ഈ പയ്യനെ കണ്ടത് രക്ഷപ്പെട്ടിട്ടാ. ഒരു കാര്യമുണ്ട്, ഇവിടെ കാളവണ്ടിയെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് ചേട്ടന്മാർ ഇവിടെ രക്ഷയില്ല, കിടന്ന് ഭയങ്കര കുറയുണ്ട്. അപ്പോൾ ഇതാണ് ആ വീട്. അവനും വന്ന് നോക്കണ്ടത്. സ്നേഹം നോക്കി ഇന്ത്യക്കാരനെ ഇഷ്ടപ്പെട്ടു തോന്നിട്ട് അവര് നമസ്തേക്ക് പറയുന്നുണ്ട്. തച്ചൻ ട്രാവൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കാണുന്ന കുളം കണ്ടില്ലേ, ഇവിടെ കാശ്യപ രാജാവ് ഇവിടെ കൊട്ടാരം തണുപ്പിക്കാനായിട്ടും ഇവിടെയുള്ള ആവശ്യങ്ങൾക്കായിട്ടൊക്കെ ഇവിടെ ശേഖരിച്ചിരുന്ന ഒരു ജലസംഭരണിയാണെന്നാണ് ഇത് പറയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ഇതൊരു വെള്ളം നിറച്ചിട്ട് ഇതിനെ മുതലേനെ ഇറക്കി വിടുമെന്നാണ് പറയണം. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ ഇത് കണ്ടില്ലേ, കല്ല് കെട്ടിയിട്ട് അതിൻ്റെ മുകളിലൊരു കൊട്ടാരം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം അവിടെ താമസിക്കുന്ന സമയത്ത് ഇവിടെ ആർക്കും ഇറങ്ങാനൊന്നും പറ്റില്ല. കാരണം വെച്ചാൽ മുതലേനെ വളർത്തി വെള്ളം നിറച്ചിടും. എന്നിട്ട് ഈ വെള്ളം തന്നെ അവർ മറ്റാവശ്യങ്ങൾക്കായിട്ടൊക്കെ ഒരു സംഭരണി പോലെ ഉപയോഗിക്കുമെന്ന് പറയുന്നത്. ഇതിൻ്റെ ചുറ്റിനും വെള്ളമാണ്. അപ്പോൾ ഇപ്പോൾ ഇതൊക്കെ എല്ലാം വറ്റി വരണ്ട്. പിന്നെ കുഞ്ഞി കുഞ്ഞി മീനുകളൊക്കെ ഉണ്ട് കേട്ടോ, ചെറിയ കുളത്തിൽ പിന്നെ നീന്തി തുടിക്കുന്നുണ്ട് കണ്ടില്ലേ. അതേപോലെ കുറേ കൊക്കും പിന്നെ അതേ നീർക്കാക്ക കണ്ടില്ലേ, ഞങ്ങളവിടെ നീർക്കാക്കയെന്നാണ് പറയുന്നത്. പല പല നാടുകളിലും പല പേരാണ് ഇതിന്. ഇതിങ്ങനെ വെള്ളത്തിൽ മുങ്ങിയിട്ട് മീനെ പിടിക്കും. എൻ്റെ വീടിൻ്റെ അടുത്തുണ്ട് എനിക്കൊരു ഫിഷ് ഫാം ഉണ്ടായിരുന്നു. അവിടെ എപ്പോഴും വന്ന് മീനും ചെമ്മീനും എല്ലാം പിടിച്ചിട്ട് ഇവന്മാരിങ്ങനെ നോക്കി നിൽക്കേണ്ട കുഞ്ഞു മീൻ എവിടെയെങ്കിലും ഉണ്ടാകും. എന്നിട്ട് അതിനെ പിടിച്ച് ചാപ്പിടാനാണ് പ്ലാൻ. അപ്പോൾ നമുക്ക് സൈക്കിളിൻ്റെ അടുത്തേക്ക് പോകാം. സൈക്കിൾ വെച്ചേക്കുന്ന അടുത്ത് എത്താറായി. അതായത് കണ്ടില്ലേ, ഇവിടെ ഒരു കുളമുണ്ട് കേട്ടോ. നമുക്കിവിടെ ഇറങ്ങാനായിട്ടൊന്നും അനുവാദമില്ല, എന്നാലും നമുക്ക് നടന്ന് കാണാം എല്ലാം. ഇനി അപ്പുറത്തേക്ക് പോകാനായിട്ട് എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം നോക്കാം. ഉണ്ടല്ലേ, കുളത്തിൻ്റെ ചുമരുകളാണിത്. എത്രയോ വർഷം പഴക്കമുള്ളതാണെന്നൊന്ന് ആലോചിച്ച് എനിക്ക്. എന്തായാലും ബ്രിട്ടീഷുകാർ പണിതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ അത് ഇതിനേക്കാളും നല്ല സ്ട്രോങ് ആയിട്ട് ഇരിപ്പുണ്ട്. കുറേയൊക്കെ പുതിയതായിട്ട് പണിതിട്ടുണ്ട് കേട്ടോ, പൊളിഞ്ഞു പോയതുമല്ല. അല്ലാതെ ആ പഴമ അങ്ങനെ തന്നെ നിർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ഒരുപാട് കുളങ്ങളുണ്ട്. ഇത് കണ്ടില്ലേ. അപ്പോൾ നമ്മൾ സിഗിരിയ ടോപ്പിലെല്ലാം പോയി കാശ്യപ രാജാവിൻ്റെ കൊട്ടാരമെല്ലാം കണ്ട് തിരിച്ച് നേരെ ഇറങ്ങി. ഇനി നമുക്ക് മ്യൂസിയം കാണാൻ പോകാം. മ്യൂസിയത്തിൽ വീഡിയോ ഫോട്ടോ എടുക്കാൻ പറ്റുമോ എന്ന് അറിഞ്ഞുകൂടാ, നോക്കാം. ഇവിടെ നിന്ന് വെള്ളം എടുക്കാനായിട്ടുള്ള സൗകര്യമുണ്ട് കേട്ടോ. കുടിവെള്ളമാണ്. നമ്മളിപ്പോൾ വെള്ളം വാങ്ങിക്കണമെന്നൊന്നുമില്ല. വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം മുഖം കഴുകാം, കുടിക്കുകയും ചെയ്യാമെന്നാണ് പറഞ്ഞത്. സിഗിരിയ മ്യൂസിയത്തിൻ്റെ കൗണ്ടറാണ്. നോക്കാം കാണാൻ പറ്റുമോ. ഇവിടെ പുകവലി പിന്നെ ഫുഡ് ഫോണ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ലെന്നാണ് എഴുതി വെച്ചേക്കണം. അതേപോലെ ചുവർ ചിത്രങ്ങളൊക്കെ കുറേ ഉണ്ട് കേട്ടോ ഇവിടെ. അതേപോലെ ഇവിടെ ഈ ധാന്യങ്ങളുടെ കുറേ സാമ്പിൾ വെച്ചിട്ടുണ്ട് കേട്ടോ. ഗോതമ്പ്, ഉഴുന്ന്, പരിപ്പ്, കടല, അരി തന്നെ പല ടൈപ്പ്. പിന്നെ സൂചി, ഗോതമ്പ്, പയറ്, ഇങ്ങനെ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, വൻപയർ, അങ്ങനെ പല പല സാധനങ്ങളും സിംഹള ഭാഷയിലും ഇംഗ്ലീഷിലുമാണ് എഴുതി വെച്ചിരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതേപോലെ ഇവിടെ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഒരു സിഗിരിയുടെ ഏകദേശം ഒരു ചെറിയൊരു മിനിയേച്ചർ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ വന്നപ്പോഴേ ഒരു സംഭവം ഉണ്ട് കേട്ടോ. പല പല രാജ്യങ്ങളിൽ നിന്ന് വന്നവരുടെ എന്തെങ്കിലും ഒരു കൈപ്പതിപ്പ് ഇവിടെ പതിപ്പിക്കാനായിട്ടുള്ളൊരു അവസരമുണ്ട്. അപ്പോൾ ഒരുപാട് രാജ്യങ്ങളിൽ ഒന്നുണ്ട്. ഇതുണ്ടല്ലേ, നേപ്പാൾ, ഓസ്ട്രേലിയ, പെറു, UK, വിയറ്റ്നാം, ബംഗുള, കൊളംബിയ, പോർട്ടുഗൽ, ഫ്രാൻസ്, ജപ്പാൻ, കാനഡ, ജർമ്മനി, ചൈന, അങ്ങനെ ഒരുപാടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇന്ത്യയുടെ ഉണ്ട് കേട്ടോ. ഇന്ത്യയുടെ അതിൽ നമുക്ക് എഴുതാനായിട്ട് ഒരു പേപ്പറും പേനയെല്ലാം ഇവിടുത്തെ ഒരു ചേച്ചി തന്നായിരുന്നു. അപ്പോൾ പുള്ളിക്കാരത്തി അത് അവിടെ കൊണ്ടുവച്ചിട്ട് ഇനിയിപ്പോൾ എപ്പോഴാണിത് ഇവിടെ സ്റ്റിക്ക് ചെയ്യണമെന്ന് അറിയില്ല. നമ്മളുടെ എന്തായാലും ഇവിടെ ആയിരിക്കും സ്റ്റിക്ക് ചെയ്യണത്. അതിപ്പോൾ ചെയ്യില്ല. അത് ചെയ്തിരുന്നു വെച്ചെങ്കിൽ ഇപ്പോൾ കാണാമായിരുന്നു. വേറൊരു കാഴ്ച ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ ഇങ്ങോട്ട് വരുന്ന നമ്മളുടെ എക്സിറ്റാണ്. ഇത് വന്നു കഴിഞ്ഞപ്പോഴേ ഇവിടുത്തെ ഓഫീസും മ്യൂസിയം എല്ലാം നിലനിർത്തിക്കുന്നുണ്ടല്ലോ. ആ കുളം നിലനിർത്തിക്കൊണ്ടാണ് സംഭവം എന്ന് വെച്ചാൽ കുളത്തിലൊന്നും നികത്തി ഒന്നും ചെയ്തിട്ടില്ല. അതിൽ കുറേ തൂണുകൾ കൊടുത്തിട്ട് ഇതൊരു ചെറിയ പാലമാണ് കണ്ടില്ല, താമരക്കുളം. അതിൻ്റെ എന്നിട്ട് ഇവിടെയും ഇങ്ങനെ വെള്ളമെല്ലാം കൊടുത്തിട്ടുണ്ട്. എന്ത് ഭംഗിയാണല്ലേ. ഒരു സാധനം നശിപ്പിക്കാതെയാണ് ഇവർ ചെയ്തേക്കണം. ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ കാളവണ്ടിയെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടേ.
നോക്കി കാള വലിക്കുന്ന വണ്ടി വണ്ടിയാണ് ഉണ്ടല്ലേ. അത് തന്നെ, ഒരു കാള വലിക്കണതുണ്ട്, 2 കാള വലിക്കണതുണ്ട്. ഈ പയ്യനെ കണ്ടത് രക്ഷപ്പെട്ടിട്ടാ. ഒരു കാര്യമുണ്ട്, സംഭവം എന്ന് വെച്ചാൽ ഞങ്ങൾ റോട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേനും ഒരു പ്രായമുള്ള ഒരാൾ, ഒരു അങ്കിള് കൊടിയും വിളിച്ച് അയാൾ ഭക്ഷണം ഇവിടെ കിട്ടും, മറ്റേ ബുദ്ധന്മാരുടെ ആശ്രമം ഉണ്ടല്ലോ അവിടെ ഭക്ഷണം കിട്ടുമെന്ന് പറഞ്ഞാൽ ഇയാൾ കൊടിയും പിടിച്ച് അവിടെ നിൽപ്പുണ്ട്. അന്നേരം ഞങ്ങൾ വലിയ കാര്യത്തിന് ഭക്ഷണം നല്ലത് കഴിക്കാമല്ല എന്നുള്ള കാര്യത്തിൽ ഇങ്ങനെ ചവിട്ടി പോന്നു. ഒരു 2 കിലോമീറ്ററോളം ഇതുപോലത്തെ വഴി കൂടി ചവിട്ടി ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആ പയ്യനോട് ചോദിച്ചത്. അപ്പോൾ അവൻ പറയണ അങ്കിളിന് മെൻ്റലാണ്, അബദ്ധം പറ്റിയാണെന്ന് പറഞ്ഞു ഞങ്ങളോട്. അവന് കുറച്ച് ഇംഗ്ലീഷ് അറിയാം, മുറി. അപ്പോൾ ഞങ്ങൾ വീണ്ടും തിരിച്ച് അവിടെ കേട്ടോ. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ പുള്ളീനെ, അങ്കിളിനെ കാണിച്ചു തരാം. എന്തായാലും വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവം പോയി. ഇങ്ങനത്തെ ഭ്രാന്തന്മാരെ കണ്ടിട്ടില്ല. വിശപ്പ് തീർന്നില്ല. ഒരു ബ്രെഡും ഒരു സാൻഡ്വിച്ച് വിശപ്പ് തീരാനുള്ള ചെറിയ കഷ്ണമായിരുന്നു. അപ്പം ഇനി വേറെ എന്തെങ്കിലും കട്ടിക്ക് കഴിക്കുക, ചവിട്ടാനുള്ളല്ലേ എന്ന് കരുതിയിട്ടാണ് ഇവിടെ കയറിയത്. അങ്ങനെ ഒരു അബദ്ധം പറ്റി. കുറേ ദൂരം പോന്നിട്ടാണ് ഞങ്ങൾ, 2 കിലോമീറ്ററൊന്നും അല്ലെന്ന് തോന്നുന്നു. അങ്ങോട്ട് പോയപ്പോൾ വിശപ്പിൻ്റെ ഇതിൽ വേഗം ചവിട്ടി, ഇങ്ങോട്ട് ചവിട്ടിയിട്ട് തീരണില്ല. ഒരു കുഗ്രാമമാണേ. ഇതിൽ കോൺക്രീറ്റ് റോഡും നമ്മുടെ സൈക്ലിങ്ങിന് പറ്റിയ റോഡല്ല ഇത്. പഞ്ചറായി കഴിഞ്ഞാൽ ഇവിടെ പോവും, ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് ഇവിടെ പോവും. ലിങ്കറിൻ്റെ റോഡ് ബൈക്ക് ആയതുകൊണ്ടാണ് ഒരു പേടി. ഞങ്ങൾക്ക് ടോയ്ലറ്റിൽ പോകാൻ ഒരു സ്ഥലമില്ല ഇവിടെ നിന്ന്. ഇവിടുത്തെ പമ്പുകളിലായിരുന്നു സ്ഥലമില്ല. അപ്പോൾ ഈ വീട്ടിൽ പോയിട്ട് ശ്യാമ് ചോദിച്ചു ടോയ്ലറ്റിൽ പൊക്കോട്ടെ. അപ്പോൾ അവരനുവദിച്ചെന്നാണ് പറഞ്ഞത്. 2 ചേട്ടന്മാർ, ഒരു രക്ഷയില്ല, ഇവിടെ കിടന്ന് ഭയങ്കര കുറയുണ്ടാകും. അപ്പോൾ ഇതാണ് ആ വീട്. ആ വീട്ടിൽ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും സമ്മതിച്ചെന്നാണ് പറഞ്ഞത്. വെക്കട്ടെ, സൈക്കിളൊന്നും നോക്കട്ടെ കേട്ടോ. സമ്മതിച്ചെന്നാണ് പറഞ്ഞത്. ഇവിടുത്തെ ഒരു ഓട്ടോറിക്ഷ ഉണ്ട് വീട്ടിൽ. ആ കാണുന്നതാണ് ടോയ്ലറ്റ്. ശ്യാമ അവിടെ ഇങ്ങനെ നടപ്പുണ്ട്. അവനോട്ട് ഞാൻ കമ്പനി ആയിട്ടാ, ശ്രീലങ്കൻ. ഭയങ്കര നക്കല, കളിക്കണമൊന്നുമില്ല കേട്ടാ, നല്ല കമ്പനിയായേ. നോക്കി, ഹായ് ബേബി. അവനും ഒന്ന് നോക്കണ്ടത്, സ്നേഹം നോക്കിക്ക്. ഇന്ത്യക്കാരനെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നിട്ട് അവനത് നമസ്തേക്കെ പറയുന്നുണ്ട്. അത് കൊള്ളാം. എന്തായി, ആരുമില്ല, പൂട്ടിയിട്ടേക്കാണോ? അല്ല, വീട് വെള്ളമുണ്ടോ അവിടെ? നോക്കാം. ശ്രീലങ്കയിലൊരു വീടാണ് കേട്ടോ ഇത്. ആ കാണുന്ന വീട്ടിലെ പട്ടികളാണിത്. ഭയങ്കര സ്നേഹമാണ്. പോവാം. ആ ചേട്ടൻ അവിടെ തന്നെ ഇപ്പം ഉണ്ട് കേട്ടാ, കൊടിയും പിടിച്ച് നിന്നിട്ട്. ഇതാ വരുന്നത് ഇപ്പണ്ടല്ലോ ചേട്ടാ. അങ്കിള് സുഖമില്ലാത്ത ആളായതുകൊണ്ടേ പിന്നെ ഞങ്ങളൊന്നും ചോദിച്ചൊന്നുമില്ല, വീഡിയോ എടുത്തില്ല. വെറുതെ ഒരു മോശം പരിപാടിയാണല്ലോ വീഡിയോ എടുക്കലും ചോദിക്കലൊക്കെ. അപ്പം നമുക്ക് പറ്റിയൊരു അബദ്ധമായിട്ട് കണക്ക് കൂട്ടാം. അപ്പോൾ നമ്മൾ സിഗിരിയെന്ന് ഇനിയിപ്പോൾ ക്യാൻറ്റീനിലോട്ടാണ് പോകേണ്ടത്. ക്യാൻറ്റീനിലേക്ക് ഇനി 80 കിലോമീറ്ററാണ് ദൂരമുള്ളത്. അപ്പം 80 കിലോമീറ്റർ എത്ര സമയം എടുക്കുമെന്ന് അറിഞ്ഞൂടെ. എങ്ങനെയാലും ഒരു 4-5 മണിക്കൂർ 6 മണിക്കൂർ എടുക്കുമായിരിക്കും. ഒരു പോലീസുകാരനാണ് നമ്മളെ ഫോളോ ചെയ്യാൻ വേണ്ടി, നമ്മൾക്ക് പ്രൊട്ടക്ഷൻ തരാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഒരു പോലീസുകാരനാണ്. അവർ മൊത്തത്തിലേ വരുള്ളൂ. അപ്പോൾ പറഞ്ഞ് പോലീസുകാരാണെന്നെല്ലാം പറഞ്ഞിട്ട് ഞങ്ങളുടെ കൂടെ ഇനി കുറേ ദൂരം ഉണ്ടാവും. അത് കഴിയുമ്പോൾ ഇതേപോലത്തെ പോലീസുകാർ അടുത്ത പോലീസുകാർക്ക് കൈമാറും. അങ്ങനെ ഞങ്ങൾക്കിപ്പോൾ ജഫ്ന മുതൽ ഇവിടത്തോളം ഒരുപാട് പേരായി. ഇതുപോലെ ഇങ്ങനെ 2 പേരുണ്ടവർ ഞങ്ങളുടെ കൂടെ തന്നെ ഇങ്ങനെ പുറകിലും മുമ്പിലുമായിട്ട് ഇങ്ങനെ വരും. ഭയങ്കര പ്രൊട്ടക്ഷനായിട്ടാണ് വരണം. അപ്പോൾ പേര് വെച്ച് കഴിയുമ്പോൾ രഹസ്യമായിട്ടൊക്കെയാണ് വരണത്. മംഗളൻ അങ്ങനെ എന്തോ പറഞ്ഞിരുന്നു. പിന്നെ ഭക്ഷണം കഴിച്ചാന്ന് ചോദിച്ചു. ഇപ്പോൾ ഞങ്ങൾ കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴത്തേനും അയാൾ നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞാൽ നേരെ പോയേക്കണം. അപ്പോൾ ഞങ്ങളങ്ങനെ ഉച്ചക്കത്തെ ഭക്ഷണത്തിനുള്ള സ്ഥലം കണ്ടുപിടിച്ചതാണ്. ആ പോലീസുകാരനാണ് കാണിച്ചു തന്നത്. ഇങ്ങനൊരു ഫ്രെയിം പോലെ ഓല കൊണ്ടെല്ലാം ഉണ്ടാക്കി വെച്ച ഒരു ഹോട്ടലാണ്. സിംഹള ഭാഷയിലാണ് എഴുതി വെച്ചേക്കണ ഹോട്ടലിൽ നിന്നെല്ലാം. ഈ ആദ്യം ഇടതുവശത്ത് കാണുന്നതാണ് ഹോട്ടലിൻ്റെ ഓണർ. ഈ ഹെൽമെറ്റ് പിടിച്ചിട്ടേക്കണത് നമ്മുടെ പോലീസുകാരൻ.
അപ്പോൾ കൈയെല്ലാം കഴുകി ഭക്ഷണം ഓർഡർ ചെയ്യാം. എന്താ ഭക്ഷണം എന്നുള്ള മെനു കൊണ്ടും തരും. ഞങ്ങൾ കയറിയ ഹോട്ടലാണ് ഇത്. ഹോട്ടലിൻ്റെ ഓണർ. യുവർ നെയിം? മനോജ്. ശ്രീലങ്കൻ. ശ്രീലങ്കൻ. മാനവൻ. അപ്പോൾ ഇവിടെ ഉണ്ടല്ലോ എല്ലാ രാജ്യത്തു നിന്നുള്ള ആളുകൾ നമ്മൾ എഴുതി വെക്കുന്നുണ്ട്. ഇവിടെ ഓരോരോ കാര്യങ്ങളൊക്കെ എഴുതി വെക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ മലയാളത്തിൽ തന്നെ എഴുതാനാണ് പ്ലാൻ ചെയ്യുന്നത്. കാരണം ആരെങ്കിലും മലയാളികൾ ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം അല്ലേ. ഇംഗ്ലീഷൊക്കെ ആരും ശ്രദ്ധിക്കുമെന്ന് എനിക്ക് തോന്നാറില്ല. ഇന്ത്യൻസ് വന്നു കഴിഞ്ഞാൽ മലയാളി മാത്രം ശ്രദ്ധിക്കാൻ സാധ്യതയുള്ളൂ. മലയാളം എഴുതി കഴിഞ്ഞാൽ അത് മതി നമുക്ക് അല്ലേ. മലയാളികൾ മാത്രം ശ്രദ്ധിച്ചാൽ മതിയല്ല. ക്ലബിൻ്റെ ഉസ്രി സൈക്കിൾ ക്ലബിൽ നിന്ന് ശ്യാം എഴുതിയിട്ടാ. ഇനി ഞങ്ങളുടെ 3 പേരുടെയും പേര് എഴുതാൻ പോണേ. ഇതിങ്ങനെ എഴുതിയിട്ടാ. ലജു. പിന്നെ അതെ ഉസ്രി സൈക്കിൾ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ. അയ്യോ 32 കിലോമീറ്ററായി. നമ്മുടെ കൂടെ ആള് പോലീസുകാരൻ പുറകെ തന്നെ ഉണ്ട് കേട്ടാ. കാണിച്ച പാഞ്ഞു വിടണേ. ഇവിടെ നിന്ന് 70 കിലോമീറ്റർ ഉണ്ട് ക്യാൻഡി. എന്തായാലും ഇന്ന് തന്നെ അവിടെ എത്തണം. ഓക്കെ, ലെറ്റ്സ് ഗോ. ബുദ്ധിസ്റ്റുകളുടെ ഒരു ഷോപ്പിലെത്തി. ഫ്രീ ഷോപ്പാണ്. എന്താണ് നോക്കിക്കഴിഞ്ഞപ്പോൾ ഐസ്ക്രീമാണ് കൊടുക്കണം. എന്തായാലും ഷുഗറൊക്കെ ഇത്തിരി കുറഞ്ഞ് കാണും, ഇത്രയും ചവിട്ടിയതല്ലേ. എന്നാൽ പിന്നെ ഒരു ഐസ്ക്രീം കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. താങ്ക് യു. അപ്പോൾ നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഞങ്ങളിങ്ങോട്ട് വരുന്ന വഴിക്കേ ഇവിടെ ഈ പ്രതിമയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്ത് രസമെന്ന് അറിയോ കാണാൻ. മരം കൊണ്ട് പേരും തവള, കുതിര, കാള, ആന, ബുദ്ധൻ ഇങ്ങനെയുള്ള ഒരുപാട് പ്രതിമകൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കാരു ആർട്സ് എന്നാണ് ഇട്ടേക്കണ പേര്. ഇപ്പുറത്തുമുണ്ട് ആന, കണ്ടില്ലേ. ഞങ്ങളിങ്ങോട്ട് പോരുന്ന വഴിക്കേ ഇവിടെ കട്ടൻ ചായയും അതുപോലെ ചക്കരയില്ലേ നമ്മുടെ ഈ കരിപ്പട്ടി, അതും ഇങ്ങനെ കൊടുക്കുന്നുണ്ടായിട്ടാ. ഇവരുടെ ഈ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടാണ് ബുദ്ധിസ്റ്റുകളുടെ. അപ്പം ഞാനിവിടെ നിന്ന് ഈ ഫ്ലാസ്കിൽ, എൻ്റെ ഒരു ഫ്ലാസ്ക് ഉണ്ടായിരുന്നല്ലോ, ഈ ഫ്ലാസ്കിൽ നിറച്ച് കട്ടൻ ചായയും പിന്നെ ആ ചക്കര ഞാൻ കാണിച്ചു തരട്ടെ, കരിപ്പട്ടി അത് പീസാക്കി ഇങ്ങനെ അവർ അതും ഇങ്ങനെ വിതരണം ചെയ്യുന്നുണ്ട്. പാട്ട് വെച്ച് തകർക്കണാണ് ഇവിടെ ഇവർ. അത് ബുദ്ധിസ്റ്റുകളുടെ പാട്ടാണ്. ഇതാണ് ആ സാധനം, കരിപ്പട്ടി ചക്കര എന്നൊക്കെ പറയില്ലേ. അത് ഞാൻ കുറേ പീസ് എടുത്ത് വാരി ഫ്ലാസ്കിലേക്ക് ഇട്ട് എന്നിട്ട് കട്ടൻ ചായയും എടുത്തിട്ട് അവിടെ നിന്ന് അടുത്ത സ്ഥലത്തോട്ടുള്ള യാത്ര. ഇനി അടുത്ത കാഴ്ചകളിലോട്ട് കാണാം നമുക്ക്. അതേപോലെ എൻ്റെ ഫീൽഡ് അനുസരിച്ച് നോക്കുമ്പോൾ ഈ തടികൾ, കാർപ്പൻ്ററാണല്ലോ ഞാൻ, വർക്ക്ഷോപ്പ് നടത്തുന്നതാണല്ലോ. അപ്പോൾ ഈ തടികൾ കാണുമ്പോൾ ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരിക്കും കേട്ടോ. ഈ പഞ്ഞിമരം കണ്ടിട്ടാ, നമ്മുടെ നാട്ടിലൊന്നും ഇല്ല ഇപ്പം. പഞ്ഞിക്ക ഉണ്ടാവില്ലേ, പണ്ട് തലയണ ബെഡൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്ന സാധനമാണ്. അത് ഇവിടെ ഉണ്ടല്ലോ, ഇഷ്ടം പോലെ ഉണ്ട്. അത് വണ്ണം കാണണം അതിൻ്റെ. അതിലൊരെണ്ണം ഉണ്ട്. ഇത് അത്ര വലുതൊന്നുമല്ല, എന്നാലും ഇത് പഞ്ഞിമരമാണേ. നോക്കിക്കോ. ഇവിടെയെങ്കിലും ഇത് വെട്ടാൻ പാടില്ലെന്ന് എന്താണെന്ന് അറിഞ്ഞൂടാ. ഇങ്ങനെ പടർന്ന് പന്തരിച്ച് ചില മരങ്ങൾ കണ്ടു കഴിഞ്ഞാണ്ടല്ലോ, നമ്മുടെ നാട്ടിലൊന്നുമില്ല. ഈ റോഡ് വാഗയെന്ന് പറയില്ലേ, റോഡിലിരിക്കണ വാഗമരം അതാ നിൽക്കണം. അതവിടെ വെട്ടിയിട്ടുണ്ട്. എനിക്ക് ക്യാമറയിൽ എടുക്കാൻ പറ്റിയില്ല, വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാര്യം ഭയങ്കര തിരക്കായിരുന്നു, ടൗണിലായിരുന്നു. ഒരു എന്താ പറയുക, എൻ്റെ വണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 അടി ഒരു റൂമിൻ്റെ ചുറ്റളവുണ്ടാവും, അത്രയും വണ്ണം.
ഓ, അതൊരു കാണേണ്ട കാഴ്ചയായിരുന്നു. അവിടെ ഇട്ട് വെട്ടി അവർ വാള് അതിൻ്റെ മെഷീനൊന്നും എത്തണില്ല. എന്നിട്ട് ക്രെയിൻ കൊണ്ടൊന്ന് കയറ്റുന്നുണ്ടായി. ഇനി എവിടെയെങ്കിലും കാണണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നോക്കി, ഈ മരമൊന്നും നമ്മുടെ നാട്ടിൽ ഇതേപോലെ ഇല്ല. അതാണ് ഞാനിത് പ്രത്യേകം എടുത്ത് കാണേ. നോക്ക്, ഇത് കണ്ട, കാണുന്ന പോലെയല്ല, നല്ല വണ്ണമാണ് ഇതിന്. ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. ഞാൻ ഇനി വരുമ്പോൾ ഇതിലും വലുത് വരുമ്പോൾ കാണിച്ചു തരാം. നല്ല കയറ്റമാണിത്, പക്ഷെ അറിയണില്ല, കയറ്റണമെന്ന് തോന്നണില്ല. അവിടെ ഒരു മിലിറ്ററിയുടെ ക്യാമ്പ് ഉണ്ടായിരുന്നു, ഇവിടെ ഉണ്ട് പറഞ്ഞണം. സെയിം ഇതേപോലെ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ മിലിറ്ററിയുടെ. കാണിച്ചു തരാം. അവർ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ വഴക്ക് പറയും. അപ്പോൾ ഇത് കണ്ട, സ്പെഷ്യൽ വായിക്കാൻ പറ്റിയില്ല. പുറകെ നമ്മുടെ പോലീസുകാരനുണ്ട്. ഇപ്പം കാണില്ല, നല്ല വണ്ണമുള്ള ഒരാളാണ്. ഇതെന്തിങ്ങനെ ഉണ്ടോ പഞ്ഞു വരെ നോക്കി, ഇതാ വണ്ണം നോക്കി അതിൻ്റെ. പിന്നെ ടുക് ടുക്ക് കിടപ്പുണ്ട്. ടുക് ടുക്ക് എന്നാണ്ട് ഇവിടെ ഓട്ടോറിക്ഷനെ പറയണം. പല്ലേ പോള വേറെ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ ടച്ച് ആൻഡ് ട്രാവൽസിൻ്റെ ബൈ ബൈ.